ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഒഴിവ് ദിവസങ്ങളാവുമ്പോൾ എൻ്റെ വലിയൊരു പണിയാണ് കേട്ടോ ഇത്. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. സാധാരണയായിട്ട് ലീവ് ദിവസമാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികളെല്ലാം വാങ്ങിക്കും. മോസ്റ്റ്ലി സൺഡേ ആണ് വാങ്ങിക്കുക. എന്നിട്ടത് ഫ്രിഡ്ജിൽ തന്നെ വെജിറ്റബിൾ ബോക്സിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഫ്രിഡ്ജിൽ വലിയ വെജിറ്റബിൾ ബോക്സിൽ ഒന്നിച്ച് ഇട്ട് വയ്ക്കുകയാണ്. ഒന്നിച്ചെന്ന് പറയുമ്പോൾ ഓരോ പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഞാനങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വെജിറ്റബിൾ ബോക്സിൽ വെക്കുന്നത്. അത് പെട്ടെന്ന് കേടുവരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ ഒരാഴ്ചക്കുള്ള വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഡംപ് ചെയ്തിടും കേട്ടോ. എന്നിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുക്കും. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെജിറ്റബിൾസ് ഓരോ സെറ്റായിട്ട് എടുത്തിട്ട് കുറച്ച് നേരം അതിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് പോയി കിട്ടും. അപ്പോൾ വീണ്ടും വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും കേട്ടോ. ഞാൻ ഒരേ വെള്ളത്തിൽ കഴുകില്ല, ഇടയ്ക്കിടയ്ക്ക്. ഇനി എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു പരന്ന പാത്രത്തിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ടർക്കി ടവലോ ഒരു കോട്ടൺ ടവലോ സ്മൂത്തായിട്ടുള്ള ഒരു ടവൽ എടുക്കുന്നുണ്ട്. അതിൽ ഓരോ സെറ്റായിട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് വെള്ളത്തോടു കൂടെ കണ്ടെയ്നറിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. എന്നാലും നമുക്കിതൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിച്ച കണ്ടെയ്നേഴ്സാണ്. ഇതിൻ്റെ കൂടെ സിപ്ലോ കവറും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പാക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഈ കണ്ടെയ്നറിൽ ആക്കി വയ്ക്കുന്നുണ്ട്. ഇത് മീഷോന്ന് വാങ്ങിച്ച ഒരു സെറ്റാണ് കേട്ടോ. ഇതിൽ 6 ബോക്സും അതുപോലെ തന്നെ 6 സിപ്ലോ കവറും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നിയത് ഈ കണ്ടെയ്നറിൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ, ഒരു 1/2 കിലോ അങ്ങനെ ഉള്ള ക്വാണ്ടിറ്റി മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഈ സിപ്ലോ കവറിലാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോർട്ട് ചെയ്ത് കഴുകി തുടച്ചിട്ടാണ് ഓരോ കണ്ടെയ്നറിലും ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ സിപ്ലോ കവറിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഈ പ്രോസസ്സ് കുറച്ച് ടൈം കൺസ്യൂം ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് ഈ വെജിറ്റബിൾ ബോക്സ് തുറന്നിട്ട് പെറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, എന്നിരുന്നാലും വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം. ബാക്കിയുള്ളത് ആ കവറ് നമുക്ക് സൈഡിലോ എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ കുക്കിംഗ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. വർക്കിംഗ് വുമൺസിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.